2ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ 8ാമത്തെ പാഠം തൊയ്യാറത്തുൻ വിമാനം. തൊയ്യാറത്തുൻ വിമാനം. തിൽക്ക തൊയ്യാറത്തുൻ അത് വിമാനമാകുന്നു. തിൽക്ക എന്നത് ദൂരെയുള്ളതും സ്ത്രീലിംഗവുമായ ഒരു വസ്തുവിനെ സൂചിപ്പിക്കാൻ പദത്തിൻ്റെ അവസാനത്തിൽ താ വന്നിട്ടുള്ള ഒരു വസ്തുവിനെ സൂചിപ്പിക്കാൻ തിൽക്ക ഉപയോഗിക്കുന്നു. തിൽക്ക തൊയ്യാറത്തുൻ അത് വിമാനമാകുന്നു. തിൽക്ക സയ്യാറത്തുൻ അത് കാറാകുന്നു. സയ്യാറത്തുൻ കാർ അത് കാറാകുന്നു. തിൽക്ക ഹവ്വാമത്തുൻ ഹവ്വാമത്തുൻ ഹെലികോപ്റ്റർ. തിൽക്ക ഹവ്വാമത്തുൻ അത് ഹെലികോപ്റ്റർ ആകുന്നു. തിൽക്ക കാറൂറത്തുൻ കാറൂറത്തുൻ കുപ്പി. തിൽക്ക കാറൂറത്തുൻ അത് കുപ്പിയാകുന്നു. തിൽക്ക മഷായത്തുൻ മഷായത്തുൻ വാക്കർ. മഷായത്തുൻ വാക്കർ നടക്കാൻ കഴിയാത്തവർക്ക് നടക്കാൻ സഹായിക്കുന്നു. വാക്കർ. തിൽക്ക മഷായത്തുൻ അത് വാക്കറാകുന്നു. തിൽക്ക ഫുർഷത്തുൻ ഫുർഷത്തുൻ ബ്രഷ്. തിൽക്ക ഫുർഷത്തുൻ അത് ബ്രഷാകുന്നു. തിൽക്ക എന്നത് ദൂരെയുള്ള ഒരു വസ്തുവിനെ, അത് സ്ത്രീലിംഗമാണെങ്കിൽ അത് എന്നതിന് തിൽക്ക ഉപയോഗിക്കുന്നു. അടുത്തത് നിർബിത്തു വനക്രവോ, നമുക്ക് ചേർത്തു വായിക്കാം. സയ്യാറത്തുൻ തിൽക്ക സയ്യാറത്തുൻ അത് കാറാകുന്നു. ഹവ്വാമത്തുൻ തിൽക്ക ഹവ്വാമത്തുൻ അത് ഹെലികോപ്റ്റർ ആകുന്നു. തൊയ്യാറത്തുൻ തിൽക്ക തൊയ്യാറത്തുൻ അത് വിമാനമാകുന്നു. ഫുർഷത്തുൻ തിൽക്ക ഫുർഷത്തുൻ അത് ബ്രഷാകുന്നു. ഹിദ്അത്തുൻ ഹിദ്അത്തുൻ പരുന്ത്. തിൽക്ക ഹിദ്അത്തുൻ അത് പരുന്താകുന്നു. മഷായത്തുൻ വാക്കർ. തിൽക്ക മഷായത്തുൻ അത് വാക്കറാകുന്നു. അൽ മുറാജഅത്തു ആവർത്തനം. നമുക്ക് പഠിച്ച ഭാഗങ്ങൾ ആവർത്തിച്ച് പഠിക്കാം. തിൽക്ക തൊയ്യാറത്തുൻ അത് വിമാനമാകുന്നു. ളാലിക മൗസുൻ ളാലിക എന്നത് ദൂരെയുള്ള ഒരു വസ്തുവിന്, അത് പുല്ലിംഗമാണെങ്കിൽ ളാലിക ഉപയോഗിക്കുന്നു. അടുത്തത് തിൽക്ക സയ്യാറത്തുൻ അത് കാറാകുന്നു. തിൽക്ക എന്ന് വന്നതുകൊണ്ട് പദത്തിൻ്റെ അവസാനത്തിൽ താ ഉള്ളതാണ് ഇവിടെ ചേർക്കേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. താ വരണം, പദത്തിൻ്റെ അവസാനത്തിൽ താ വരണം. തിൽക്ക സയ്യാറത്തുൻ അത് കാറാകുന്നു. ളാലിക ഖമറുൻ ഖമറുൻ അത് ചന്ദ്രനാകുന്നു. പദത്തിൻ്റെ അവസാനത്തിൽ താ വരാൻ പാടില്ല. അത് ളാലിക അത് ചന്ദ്രനാകുന്നു. ളാലിക ഖമറുൻ. അടുത്തത് ഷുബാക്കുൻ തന്നിട്ടുണ്ട്. ഇതിൻ്റെ അവസാനത്തിൽ താ ഇല്ലാത്തത് കൊണ്ട് ളാലിക ഷുബാക്കുൻ അത് ജനലാകുന്നു. അടുത്തത് സല്ലത്തുൻ, അതിൻ്റെ അവസാനത്തിൽ താ വന്നിട്ടുണ്ട്. തിൽക്ക സല്ലത്തുൻ അത് കുട്ടയാകുന്നു. അടുത്തത് സുല്ലമുൻ.
പദത്തിൻ്റെ അവസാനത്തിൽ താ വന്നിട്ടില്ല. ദാലിക സുല്ലമുൻ, അത് കോണിയാകുന്നു. ഡേഷ് ഹദീഖത്തുൻ, ഹദീഖത്തുൻ പൂന്തോട്ടം. പദത്തിൻ്റെ അവസാനത്തിൽ താ വന്നതുകൊണ്ട് തിൽക ഹദീഖത്തുൻ, അത് പൂന്തോട്ടമാകുന്നു. ദാലിക ഡേഷ്, ദാലിക എന്നതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള പദം ഇവിടെ എഴുതാം. ദാലിക ജബലുൻ, അത് മലയാകുന്നു. തിൽക ഡേഷ്, തിൽക മഷായത്തുൻ, അത് വാക്കറാകുന്നു. തിൽക എന്നതിൻ്റെ കൂടെ താ വരുന്ന വാക്കുകളാണ് ചേർക്കേണ്ടത്. തിൽക മഷായത്തുൻ, അത് വാക്കറാകുന്നു. ഡേഷ് മിർസമുൻ, മിർസമുൻ എന്ന പദത്തിൻ്റെ അവസാനത്തിൽ താ വന്നിട്ടില്ല, അതുകൊണ്ട് ദാലിക മിർസമുൻ, അത് പെൻസിലാകുന്നു. ഡേഷ് ഹക്കീബത്തുൻ, ഇവിടെ താ ഉണ്ട്. തിൽക ഹക്കീബത്തുൻ, അത് ബാഗാകുന്നു. ഡേഷ് ദറാജത്തുൻ, താ വന്നതുകൊണ്ട് തിൽക ദറാജത്തുൻ, അത് സൈക്കിളാകുന്നു. ഡേഷ് ഖമീസുൻ, ദാലിക ഖമീസുൻ, പദത്തിൻ്റെ അവസാനത്തിൽ താ ഇല്ലാത്തതുകൊണ്ട് ദാലിക ഖമീസുൻ, അത് നീളക്കുപ്പായമാകുന്നു. പദത്തിൻ്റെ അവസാനത്തിൽ താ വന്നാൽ തിൽക എന്നും താ വന്നിട്ടില്ലെങ്കിൽ ദാലിക എന്നും ചേർക്കണം. അടുത്തത് നുഹാവിലു വനുഅരിബു, നമുക്ക് അറബിയാക്കാം. ഒന്നാമത്തെ ഡേഷ്, അത് ഒരു വിമാനമാണ്. ഇതിനെ അറബിയാക്കി ഇവിടെ എഴുതണം. അത് ഒരു വിമാനമാണ്. തിൽക ത്വയ്യാറത്തുൻ, വിമാനം എന്നതിൻ്റെ വാക്ക് ത്വയ്യാറത്തുൻ ആയതുകൊണ്ട് തിൽക, തിൽക ത്വയ്യാറത്തുൻ. അടുത്തത് ഡേഷ്, ഇത് ഒരു സ്കൂട്ടറാണ്. സ്കൂട്ടർ എന്നതിന് സകൂത്തത്തുൻ, സകൂത്തത്തുൻ എന്നതിൻ്റെ അവസാനത്തിൽ താ വന്നതുകൊണ്ട് ഇവിടെ എന്തെഴുതണം? ഹാദിഹി സകൂത്തത്തുൻ. ഇവിടെ ഇത് എന്നാണ് തന്നിരിക്കുന്നത്. ഇത് എന്ന് തന്നാൽ പദത്തിൻ്റെ അവസാനത്തിൽ താ വരുമ്പോൾ ഹാദിഹി. പദത്തിൻ്റെ അവസാനത്തിൽ താ ഇല്ലെങ്കിൽ ഇത് എന്നതിന് ഹാദ. പദത്തിൻ്റെ അവസാനത്തിൽ താ ഉണ്ടെങ്കിൽ ഹാദിഹി. ഇതിൻ്റെ ഉത്തരം ഹാദിഹി സകൂത്തത്തുൻ. അടുത്തത് മൂന്നാമത്തെ ഡേഷ്, അത് എൻ്റെ സഹോദരിയാകുന്നു. എൻ്റെ സഹോദരി ഉഹ്തി, അതിൻ്റെ കൂടെ തിൽക, തിൽക ഉഹ്തി, അത് എൻ്റെ സഹോദരിയാകുന്നു. തിൽക ഉഹ്തി. അടുത്തത് നെക്റവും, നമുക്ക് വായിക്കാം. തിൽക സയ്യാറത്തു അഹി, സയ്യാറത്തുൻ കാർ, അഹി എൻ്റെ സഹോദരൻ, അത് എൻ്റെ സഹോദരൻ്റെ കാറാകുന്നു. തിൽക ഹക്കീബത്തു ഉഹ്തി, ഹക്കീബത്തുൻ ബാഗ്, ഉഹ്തി എൻ്റെ സഹോദരി, അത് എൻ്റെ സഹോദരിയുടെ ബാഗാകുന്നു. തിൽക മഷായത്തുൻ, അത് വാക്കറാകുന്നു. തിൽക ആയാത്തുല്ലാ, അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്, അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. തിൽക ബിന്തു അമ്മി, അത് എൻ്റെ ഉപ്പയുടെ സഹോദരൻ്റെ മകളാണ്, അത് എൻ്റെ ഉപ്പയുടെ സഹോദരൻ്റെ മകളാണ്, അല്ലെങ്കിൽ അത് എൻ്റെ കസിനാണ്. തിൽക ഹുദൂദുല്ലാ, അത്
അള്ളാഹുവിൻ്റെ നിയമങ്ങളാകുന്നു. അത് അള്ളാഹുവിൻ്റെ നിയമങ്ങളാകുന്നു. നുകമ്മിലു പൂർത്തിയാക്കാം. തിൽക്ക വിമാനത്തിൻ്റെ ചിത്രം. ത്വയ്യാറത്തുൻ ഇവിടെ ത്വയ്യാറത്തുൻ. അടുത്തത് ഇവിടെ തിൽക്ക സയ്യാറത്തുൻ. സയ്യാറത്തുൻ കാർ. അടുത്തത് തിൽക്ക ഹവ്വാമത്തുൻ. ഹവ്വാമത്തുൻ ഹെലികോപ്റ്റർ. അടുത്തത് തിൽക്ക മഷായത്തുൻ. മഷായത്തുൻ വാക്കർ. ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. 2ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം.